മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ 1 മിനിറ്റ് 16 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ഡിസംബർ 4-നാണ് റിലീസായത്. ചിത്രത്തിന്റെ ടീസർ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണെങ്കിലും ബഹുഭൂരിപക്ഷം സിനിമാ പ്രേമികളും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ടീസറിൽ തൃപ്തരല്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ കൂടി നടക്കുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പേഴ്സണലി ഞാനും ഈ ടീസറിൽ അത്ര തൃപ്തനല്ല. മമ്മൂട്ടി ഫാൻസും മറ്റ് സിനിമാ പ്രേക്ഷകരും GVM മമ്മൂട്ടി ടീമിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ടീസറല്ല ലഭിച്ചത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കമന്റുകളിൽ ഏറ്റവും കൂടുതലായി കണ്ടത് ഈ സിനിമയെ 2006-ൽ റിലീസായ ശ്രീനിവാസൻ തിരക്കഥ എഴുതി ജോമോൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഭാർഗവ ചരിതം 3-ാം ഖണ്ഡം എന്ന സിനിമ പോലെ ആകുമോ എന്നുള്ള ആശങ്കയാണ്. ആ ചിത്രത്തിന്റെ പ്ലോട്ട് പേടിത്തൊണ്ടനായ ഒരു അധോലോക നായകന്റെ കഥയായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വലിയ ദുരന്തമായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭാർഗവ ചരിതം പോലെ ആകുമോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും എന്നുള്ള ചർച്ചയ്ക്ക് പ്രധാന കാരണം ടീസറിൽ മമ്മൂട്ടി ഒരു പേടിത്തൊണ്ടൻ കഥാപാത്രമായിട്ടാണ് കൂടുതൽ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അങ്ങനെയൊരു തീമല്ല ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ എന്നാണ് അറിയുവാൻ സാധിച്ചത്. കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ എന്നുള്ള കാര്യമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ടീസറിന്റെ കാര്യം അത് തീർച്ചയായും ഒരു ക്വാളിറ്റിയുള്ള കണ്ടന്റുള്ള ഐറ്റമായിട്ട് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും തോന്നിയിട്ടില്ല. അത് ചിത്രത്തിന്റെ ടീസറിന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യവുമാണ്. പക്ഷേ ടീസർ റിലീസിന് ശേഷം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട പോസ്റ്ററിന്റെ ടാഗ് ലൈനിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ടീസർ റിലീസിന്റെ അടുത്ത ദിവസം GVM മമ്മൂട്ടിയുമായിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷന്റെ സ്റ്റില്ലും കൂടാതെ താങ്കിങ് എവരിവൺ ഹൂ ഷോവേഡ് ദ ലവ് ഓൺ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ടീസർ ഗെറ്റ് റെഡി ടു മീറ്റ് ദി എലൂസീവ് ആൻഡ് ഈസൻട്രിക് ഡൊമിനിക് എന്ന വാചകവും ഈ ഒരു പോസ്റ്റ് പുറത്തുവിട്ടത് മമ്മൂട്ടി കമ്പനിയാണ്. അപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എന്തോ ഒരു ഐറ്റം സിനിമയിലുണ്ട് എന്ന് ഉറപ്പാണ്. പ്രേക്ഷകർക്ക് വേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പിടികിട്ടാത്തതും വിചിത്രവുമായ ഡൊമിനിക്കിനെ പ്രതീക്ഷിക്കാം. ചിത്രത്തിനെ കുറിച്ച് ഏറ്റവും വലിയ പ്രതീക്ഷ മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ടീം തന്നെയാണ്. കാരണം ഇതുവരെ ചെയ്ത 5 സിനിമകളും വ്യത്യസ്ത ജോണറും ഹൈ ക്വാളിറ്റിയും ഉള്ളതായിരുന്നു. അപ്പോൾ 6-ാമത്തെ സിനിമയായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും അതുപോലൊരു ഐറ്റം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സിനിമയുടെ കണ്ടന്റും മേക്കിങ്ങും അടിപൊളിയായാൽ ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി വക മറ്റൊരു വിജയ ചിത്രം കൂടി ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അതും 2025-ന്റെ തുടക്കം തന്നെ. ഇതൊരു മാസ് മസാല സിനിമയല്ല, പക്ഷേ കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന, പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, ഫാമിലി പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എന്ന് ഉറപ്പാണ്. ഒരു ലേഡീസ് പേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള രസകരമായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് അറിയുവാൻ സാധിച്ചത്. കോമഡിക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടില്ലാത്ത സാധാരണക്കാരനായ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് എത്തുന്നത്. പേരിൽ ഉള്ളതുപോലെ തന്നെ ചിത്രത്തിലെ 2 പ്രധാന കഥാപാത്രങ്ങളാണ് ഡൊമിനിക്കും ലേഡീസ് പേഴ്സും. ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ കൂടെയുള്ള ഒരു മുഴുനീള കഥാപാത്രമായാണ് ഗോകുൽ സുരേഷ് സിനിമയിൽ എത്തുന്നത്. ചിത്രത്തിലെ ഫീമെയിൽ ലീഡ് റോൾ ചെയ്യുന്നത് പ്രശസ്ത മോഡലും കന്നഡ നടിയുമായ സുഷ്മിത ഭട്ടാണ്. GVM-ഉം മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും കൂടാതെ ABCD എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളായ സൂരജും നീരജും ഇവരൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു സിനിമ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അങ്ങനെയൊരു സിനിമയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ റിലീസിംഗ് 2025 ജനുവരി 16-നോ 23-നോ കാണും എന്നാണ് അറിയുവാൻ സാധിച്ചത്. എന്തായാലും 2025-ൽ മമ്മൂക്കയുടേതായി ആദ്യം ഇറങ്ങാൻ പോകുന്ന സിനിമ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായും ഇലൂസീവ് ആൻഡ് ഈസൻട്രിക് ഡൊമിനിക്കിനുമായി കാത്തിരിക്കാം. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.